നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിഷ്ണു വിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ശിതികണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദ്ദിനി ശൈലസുതേ സുരവരവർഷിണി ദുർധരദർശിനി ദുർമുഖമർഷിണി ശരതേ ത്രിഭുവനഭൂഷിണി ശങ്കരദോഷിണി കിൽബിഷമോഷിണി ഘോഷരതേ ധനുജനിരോഷിണി ദിതിസുതരോഷിണി ദുർമദശോഷിണി സിന്ധുസുധേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി. എന്താ പത്മ, നന്ദിനിയെ തടയുന്നില്ല? അല്ലെങ്കിൽ ഏത് കാര്യത്തിനും നന്ദിനിക്ക് അയിത്തം കൽപ്പിക്കുന്നതാണല്ലോ. ഇക്കാര്യത്തിൽ അത് ചെയ്യുന്നില്ലേ? ഓ, അപ്പോ ഇതും എല്ലാരും കൂടി പ്ലാൻ ചെയ്താണല്ലേ? ഇതോ? ഓ, കൂട്ടത്തിൽ ഒരാള് വീണുപോയപ്പോ മറ്റൊന്നും നോക്കാതെ സഹായിച്ച മരുമോളുടെ പുണ്യം പറയാനായിരിക്കും ഇപ്പം കേറി വന്നിരിക്കുന്നു. നിങ്ങളെല്ലാം ഒരിക്കലും തിരുത്തില്ലാന്ന് തന്നെയാണ്. ഡാഡിക്ക് നാണമില്ലേ? ഇത് തന്നെ നേരം വെളുക്കും മുമ്പേ അവളിങ്ങനെ വാതോരാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന. ഇതിന് മാത്രം അവൾക്ക് എന്താ പ്രത്യേകത? അവളെന്താ ദേവലോകത്ത് ജനിച്ചതോ? ദേവലോകത്ത് ജനിച്ചതല്ല, ഓ ദേവലോകത്തെ മഹാറാണി. അങ്ങനെയാണ് നിന്റെ ഡാഡിയുടെ മനസ്സിൽ അവളുടെ സ്ഥാനം. മഹിഷാസുരമർദ്ദിനി രമ്യകപർദ്ദിനി ശൈലസുതേ പത്മ, ഇത്തരം ന്യായങ്ങൾ പറയാൻ എളുപ്പം. പക്ഷെ കുറച്ചു മുമ്പ് വേദയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ അവളുടെ കട്ടിലിന്റെ അടുത്ത് പോകാതെ മാറി നിൽക്കുന്ന രണ്ടുപേരെ ഞാൻ കണ്ടു. നമ്മുടെയും മോളും അവളുടെയും ഭർത്താവും. അത് കഴിഞ്ഞ് വേദയുടെ അടുത്തിരിക്കാനും പരിചരിക്കാനും താനും ഇവളോട് കെഞ്ചിയില്ലേ? എന്തായിരുന്നു മറുപടി? എന്റെ കൂടപ്പറപ്പിനെ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണോ? അല്ലല്ലോ, വേറെ എവിടെയെങ്കിലും പോയി നടതള്ളാനല്ലേ? ഞാൻ അല്പം പ്രാക്ടിക്കലായി ചിന്തിച്ചു. ഓ, ഡാഡിനെ അതിന്റെ കുറ്റം കണ്ടുപിടിക്കണ്ട. പത്മ, താൻ എങ്ങനെ ഇത്രയും പ്രാക്ടിക്കലായത്? മക്കൾക്ക് അസുഖം വന്നാൽ നോക്കേണ്ടതും പരിചരിക്കേണ്ടതും ഒക്കെ അച്ഛനമ്മമാരാണ്. എന്നിട്ട് ഈ നേരം വരെ താൻ എന്താ ചെയ്തത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എന്റെ മകൾക്ക് അസുഖം വന്നേന്ന് പറഞ്ഞ് ഞാൻ ടെറസിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടണമായിരുന്നു. നന്ദിനി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തനിക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ചെയ്തില്ല, അതാണ് സത്യം. അസുഖത്തിന്റെ മുമ്പിൽ പോലും നമുക്ക് നമ്മുടെ സ്റ്റാറ്റസാ പ്രശ്നം അല്ലേ? പക്ഷെ അവളത് ചെയ്തില്ല. സോ ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കും. അക്കാര്യത്തിൽ ആർക്കും ഒരു പരിഭവം തോന്നിയിട്ട് കാര്യമില്ല. അവൾ ഇപ്പൊ അവിടെ ഇരുന്ന് ചെയ്യുന്നതേ എന്തിന്റെ പേരിലാണെന്നാണ് നിങ്ങളുടെ ധാരണ? കുറ്റബോധം. അവള് കാരണമാണ് ഈ രോഗം മറ്റുള്ളവർക്ക് പകർന്നെന്നുള്ള കുറ്റബോധം. അത് സത്യമല്ലേ? അപ്പോഴേ അവള് തന്നെയാണ് പരിചരിക്കേണ്ടത്. അസുഖം മാറുന്നതുവരെ അവള് തന്നെയാണ് നോക്കേണ്ടത്. മാത്രമല്ല, അവൾ ഈ വീട്ടിലെ വേലക്കാരി. വേലക്കാരി എടുക്കേണ്ട ജോലി പിന്നെ വേറെ ആരിവിടെ ചെയ്യാനാ? ഓ, ഇതല്ല ഇതിലും വലിയ അസുഖം വന്നാലും വേലക്കാരി തന്നെയാ നോക്കേണ്ടത്. ഭഗവതി ശിതികണ്ഠ
कुडुम्बिनि भूरि कुडुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि നന്ദിനി എന്താ സർ? വേദിയെ താൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കാനും പരിചരിക്കാനും അവകാശമുള്ളവർ ഇവിടെ വേറെ ഉണ്ട്. അവര് നോക്കിക്കോളും. സാറൊന്നും മിണ്ടാതിരുന്നേ. അസുഖം വരുമ്പോഴാണോ വാശി കാണിക്കുന്നത്? നന്ദിനി, തന്നോട് ഞാൻ വരാനാ പറഞ്ഞത്. സാർ എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല, ഞാൻ വരില്ല. ഇവിടെയുള്ള മറ്റുള്ളവർക്ക് പേടിയുണ്ടാവും. ഇങ്ങനൊരു അസുഖം നോക്കി ശീലം ഉണ്ടാവില്ല. എനിക്ക് പേടിയുമില്ല, പരിചരിച്ച ശീലവും ഉണ്ട്. ഞാൻ പിന്നെ എങ്ങനെ ഇവിടുന്ന് മാറി നിൽക്കുക? എത്ര അപമാനിക്കപ്പെട്ടാലും തനിക്ക് മനസ്സാവില്ലേ? ഇത്രയും സിൻസിയർ ആയിട്ട് താൻ ഇവിടെ നിന്ന് ചെയ്യുമ്പോ പുറത്ത് നടക്കുന്ന സംസാരം എന്താണെന്ന് തനിക്കറിയോ? ഒരു വേലക്കാരി ചെയ്യേണ്ടതാണെന്ന്. അതെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എനിക്കതിൽ വിഷമമൊന്നുമില്ല. വേദയുടെ അസുഖം മാറുന്നത് വരെ ഞാൻ കൂടെ തന്നെ ഇരിക്കും. ആരെന്നെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചവിട്ടി ചവിട്ടി പാതാളത്തിലേക്ക് കൊണ്ടുപോയിട്ടാലും പിന്നെ അങ്ങ് തൊഴുത് നിന്നോളും. അല്ല എന്തു പറയാനാ? നന്ദിനി പറഞ്ഞ അച്ഛൻ കേട്ടില്ലേ? കേട്ടു. നന്ദിനിയുടെ അച്ഛന് സമ്പത്ത് കുറവാ, പക്ഷേ ആത്മാഭിമാനം കൂടുതലാണ്. ഒട്ടും മുറിയാതെ അത് അവൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഓ പിന്നെ जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते अयि जगदम्ब मदम्ब कदम्ब वनप्रियवासिनि आसरते. ഞാൻ പറഞ്ഞതുപോലെ നീ കേൾക്കാൻ തയ്യാറായില്ല. കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇതുണ്ടാവുമായിരുന്നു. അവളുടെ മഹത്വം കേൾക്കണമായിരുന്നു. മമ്മി, വെറുതെ എന്നെ ഫോഴ്സ് ചെയ്യണ്ട. എത്ര നിർബന്ധിച്ചാലും ശരി, എന്റെ പേടി മാറില്ല.